പ്രൈസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഈ ഒരു നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശുദ്ധ ആരാധനയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. എല്ലാ കർത്താവിന്റെ മക്കളെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ ശരിക്കും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും നമുക്ക് വേണം. പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ശരിക്കും സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യം എപ്പോഴും നമ്മൾ പലതും ചെയ്യുന്നവരാ. നമ്മൾ പലതും ഇവൻ ആത്മീയമണ്ഡലത്തിൽ പോലും പലതും ചെയ്യുന്നവരാ. പക്ഷെ എന്താണ് എന്റെ കോളിംഗ്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നൊരു ബോധ്യം ശരിക്കും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കോഴ്സ് നമ്മളെ കുറിച്ച് ദൈവം നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് അല്ലെങ്കിൽ മക്കളെ കുറിച്ചൊക്കെ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ശരിയല്ല? അറ്റ് ദ സെയിം വേ ദൈവത്തിന് നമ്മളെ സ്വപ്നങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ എന്തായി തീരണം. ബിജു എന്ന എന്റെ മകൻ, അവൻ എന്താണെന്നുള്ള ഭയങ്കര ആഗ്രഹം ദൈവത്തിനുണ്ട്. ആ ഒരു ആഗ്രഹത്തിൽ നമുക്ക് ആഗ്രഹത്തെ കുറിച്ച് അറിയാമോ? ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ കൂടെയാകണം, അല്ലെ? വചനം പറയുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തായിട്ട് നമ്മൾ ഇൻഡിവിജ്വലി എന്നെ കുറിച്ചും സുമയെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. മോശയെ കുറിച്ച് ഉണ്ടായിരുന്നതുപോലെ, യോശുവയെ കുറിച്ച് ഉണ്ടായിരുന്നതുപോലെ, പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നതുപോലെ, പത്രോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നതുപോലെ, ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ പദ്ധതികളാണ്. അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഓരോ പദ്ധതികളുണ്ട് വ്യക്തിപരമായിട്ട്. അതിലാണ് നമ്മൾ നടക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടതും അതിനെക്കുറിച്ച് തിരിച്ചറിയേണ്ടതും ഏറ്റവും ആവശ്യമാണ്. ദിവസങ്ങൾ തിരിച്ചറിയുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ യാത്രയിൽ ആ ഒരു പാത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദിവസങ്ങൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവെ, ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പാതയിലാണോ സഞ്ചരിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ അതിലെ കൂടുതലായി അകത്തേക്ക് അയക്കണമേ. അതിന്റെ എന്തൊക്കെയാണോ ഞാൻ അനുഭവിക്കുന്നതിലേക്ക് നടത്തണം എന്നുള്ള പ്രാർത്ഥന ദിവസങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതിന് യേശു, മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലുമാണ് എന്ന് എഴുതിയിരിക്കുന്ന ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ യേശു കർത്താവ് സ്നാനപ്പെട്ട ശേഷം, യോഹന്നാൻ അപ്പോസ്തലന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ശേഷം യേശു കർത്താവിനെ മരുഭൂമിയിലേക്ക് പോയ സമയത്ത് പ്രലോഭിപ്പിക്കപ്പെട്ടു, മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം ഉപവസിച്ചു. അതിനുശേഷം യേശു കർത്താവിന് വിശന്നു. നമുക്ക് ആ സന്ദർഭം എല്ലാം അറിയാം. ആ സമയത്ത് പിശാച് വന്നിട്ട് യേശു കർത്താവിനോട് പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നുണ്ട്. അതിന്റെ മുകളിലത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാൻ കഴിയും. അപ്പോൾ പ്രലോഭകൻ അല്ലെങ്കിൽ പിശാച് അടുത്തേന്ന്, അങ്ങ് ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞു. യേശു കർത്താവിനോട് പിശാച് പറയുന്നുണ്ട്, ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ യേശു കർത്താവ് പറയുന്ന വാക്കാണ്. അതിന് യേശു, മനുഷ്യർ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലുമാണ് എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ ഒരു വാക്യം ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം വായിച്ചെന്ന് പറഞ്ഞാൽ ജീവിക്കണം എന്നുള്ളൊരു വാക്ക് എന്നെ ടച്ച് ചെയ്തത്. ജീവിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് ആഹാരം കഴിച്ചിട്ട് ഏറെ ശ്വസിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ? യേശു കർത്താവ് പറയുക, എങ്ങനെയാ മനുഷ്യൻ ജീവിക്കുന്നത്? കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാൽ. എന്താ ഈ തിരുവായിൽ പുറപ്പെടുന്ന വചനം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. യേശു കർത്താവ് ആയിരുന്ന സമയത്ത് നമുക്കറിയാം, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളുണ്ട്, 39 പഴയ പുസ്തകങ്ങൾ ആ സമയത്തുണ്ട്. ആ പുസ്തകങ്ങളാണോ യേശു കർത്താവ് ഉദ്ദേശിക്കുന്നത്? കാരണം യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യഘട്ടങ്ങളിൽ ദേവാലയത്തിൽ വന്നിട്ട് യശയ്യാവിന്റെ ചുവടെടുത്ത് വായിക്കുന്ന ഒഴിച്ചാൽ മറ്റു ഒരു സ്ഥലങ്ങളിൽ നമ്മൾ യേശു കർത്താവ് തോറ ഉൾപ്പെടെയുള്ള പഞ്ചഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ളതായ ആ ഗ്രന്ഥങ്ങൾ വായിക്കാൻ നമ്മൾ കാണുന്നില്ല. ഓഫ് കോഴ്സ് വായിച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഓരോ രാത്രികളിലും യേശു കർത്താവ് ദൈവസ്ഥനിൽ പോയിരിക്കുമ്പോൾ ആ പുസ്തകങ്ങൾ കൂടെ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവവുമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു യേശു കർത്താവ്. ദൈവവുമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിതാവുമായിട്ട് എപ്പോഴും സമ്പർക്കം പുലർത്തിയിരുന്നു. ഓഫ് കോഴ്സ് ദൈവജനം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബൈബിൾ തന്നെയാണ്. ആ സമയത്ത് പുതിയ നിയമം എഴുതപ്പെട്ടിരുന്നില്ല. അപ്പോൾ പുതിയ നിയമങ്ങളും ആയിരുന്നില്ല, പഴയ പുസ്തകങ്ങളും ആയിരുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശു കർത്താവ് ക്യാരി ചെയ്തിരുന്നത് കാണുന്നില്ല, തുകലുകളായിരുന്നു. പക്ഷെ ദൈവജനം അപ്പോഴും ഉണ്ട്. എഴുതപ്പെട്ട ദൈവവചനം ആ സമയത്ത് പഴയ പുസ്തകങ്ങളുണ്ട്, പുതിയ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരുന്നില്ല, നമ്മുടെ അത് ലിറ്ററലി കിട്ടിയിരുന്നില്ല. ആ സമയത്ത് എന്താണ് ഈ ദൈവവചനം, ദൈവത്തിന്റെ തിരുവായിൽ പുറപ്പെടുന്ന സകല വചനങ്ങളും എന്ന് യേശു കർത്താവ് പറയാൻ കാര്യം? ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശു കർത്താവ് ഓരോ രാത്രികളിലും ശുശ്രൂഷയ്ക്ക് ശേഷം ആ ശിഷ്യന്മാരെയൊക്കെ വിട്ട് യേശു കർത്താവ് ദൈവത്തിന്റെ കൂടെ ചെലവഴിക്കുന്ന സമയങ്ങൾ നമുക്കറിയാം. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവവുമായി സംസാരിക്കുമ്പോൾ യേശു കർത്താവ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ആ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെയാണ് ഇവിടെ തിരുവചനം എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. അത് യേശു കർത്താവിന്റെ ജീവിതത്തിൽ ആ ദിവസം മുതൽ സ്റ്റാർട്ട് ആയതല്ല. യേശു കർത്താവിന് അതിന് പ്രാപ്തിയായപ്പോൾ മുതൽ യേശു കർത്താവ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു ദിനംതോറും ദൈവമായുള്ള സമ്പർക്കം, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തിൽ പോയിരിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ആ പിതാവിന്റെ നാവിൽ നിന്ന് തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളെ ശ്രവിക്കുക, അതിനൊത്തവണ്ണം ചുവട് വെക്കുക. ഹാലലൂയ. യേശു കർത്താവിന്റെ സുസ്ഥ കാലയളവിൽ നമുക്കറിയാം, യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഞാനും പിതാവ് ഒന്നാകുന്നു. ഒന്നായിരിക്കുമ്പോൾ ദൈവം പറയുന്നത് മാത്രമേ യേശു കർത്താവ് ചെയ്യുന്നേ. യേശു കർത്താവ് സഞ്ചരിച്ച മൗനത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് സഞ്ചരിക്കുന്ന ഓരോ നിമിഷങ്ങളും പിതാവിൽ നിന്ന് കേൾക്കുന്നു. അത് അതേപടി പകർത്തുന്ന അനുഭവമായിരുന്നു യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത് നമുക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ദൈവം നമ്മളെ അങ്ങനെ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കണമെന്നായിരിക്കും. നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരാണോ? നമ്മുടെ ജീവൻ ജീവിക്കുന്നത് ഇങ്ങനെയാണോ എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നു. ഹല്ലേലൂയ. ഞാൻ ഇതിങ്ങനെ വായിച്ചപ്പോ എന്നോട് ചോദ്യം വന്നു. നീ ജീവിക്കുന്നത് ഇങ്ങനെയാണോ? ദിനംതോറും ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളിലാണോ നീ ജീവിക്കുന്നത്? ബൈബിൾ ഉണ്ട് സൈഡിൽ. ഓക്കെ, ഫൈൻ. ഓഫ് കോഴ്സ് നമുക്കതറിയാം. നമ്മൾ ദൈവം തന്നെയാണത്. നമ്മൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു. അത് വായിക്കുമ്പോൾ തന്നെ, ധ്യാനിക്കുമ്പോൾ തന്നെ അതിനെ തുടർന്ന് ഓരോ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്ന തിരുനാവിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളുണ്ട്. അത് നമ്മളെ നയിക്കുന്നു, നമ്മൾ കേൾക്കുന്നുണ്ടോ, നമ്മളെ നയിക്കുന്നുണ്ടോ എന്ന് ഹല്ലേലൂയ എന്നിലൊരു ചോദ്യം വന്നു. ശരിക്കും അത് വന്നപ്പോ എനിക്ക് എന്നോട് തന്നെ ഒരു വേദന തോന്നി. കാരണം തുറന്നു പറഞ്ഞാൽ അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേൾക്കുന്നുണ്ട്, പക്ഷെ അത് എപ്പോഴും ആണോ? എപ്പോഴും അങ്ങനെയാണോ? നമ്മുടെ യേശു കർത്താവ് നമ്മുടെ മാതൃക. ആ യേശു കർത്താവ് ചെയ്ത് കാണിച്ചു തന്നതുപോലെ എപ്പോഴും എന്റെ ജീവിതത്തിൽ അങ്ങനെയാണോ എന്നൊരു ചോദ്യം എന്നിൽ പറഞ്ഞപ്പോൾ എനിക്കൊത്തിരി വേദന തോന്നി. അങ്ങനെയല്ലെന്നാ എന്റെ ഉത്തരം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ എന്ന് ദൈവം ആഗ്രഹിക്കും. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ, ഞാൻ അങ്ങനെയാണോ? ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളാണോ എന്നെ നയിക്കുന്നത്? അതോ എന്റെ ചിന്തകളാണോ? ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കുന്ന എന്റെ ചിന്തകളാണോ എന്നെ നയിക്കുന്നത്? നമ്മുടെ പിന്നെ ഉള്ളിൽ വരേണ്ട ചോദ്യങ്ങളിൽ ഏറ്റവും വലിയ ചോദ്യങ്ങളൊന്നാണ് ഇത്. കാരണം നമ്മൾ ദൈവത്താൽ നയിക്കപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ, ഈ ദൈവത്താൽ നയിക്കപ്പെടുന്നു വിശ്വസിക്കാൻ നമ്മൾ ദൈവത്തിൽ നിന്ന് വാക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ വരേണ്ട കാര്യം. ദൈവത്തിൽ നിന്ന് വാക്ക് കേൾക്കുന്നില്ല എങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയർ ആണോ? ഓഫ് കോഴ്സ് നമ്മൾ ദൈവമക്കളാണ്. ഞാനിപ്പോ എന്റെ പിതാവിനെ അനുസരിച്ച്, ഞാൻ പിതാവിന്റെ മകനാണ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് പിതാവിന്റെ വാക്ക് കേൾക്കാതെ എന്റെ വീട്ടിൽ നടക്കാൻ പറ്റും. അപ്പോഴും ഞാൻ മകൻ തന്നെയാണ്. ഞാൻ എന്റെ അപ്പന്റെ മകൻ തന്നെ. ഒരിക്കലും ആ മകൻ എന്നുള്ള സ്ഥാനം മാറുന്നില്ല. പക്ഷേ എന്റെ അപ്പൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള എന്റെ അപ്പന്റെ നാവിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ കേട്ടാണോ ഞാൻ സഞ്ചരിക്കുന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഒരാൾ പറഞ്ഞു കേട്ടു, നമുക്ക് ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നടക്കാൻ കഴിയും. പക്ഷെ നീ ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നിനും സാധ്യമല്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ തിരുനാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് അതുപോലെ അത് സഞ്ചരിച്ചിടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റായിരിക്കും. നമ്മൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ. മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പെർഫെക്ഷനിലേക്കോ അല്ലെങ്കിൽ അത് വേണ്ടതുപോലെയാണെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ നമ്മൾ കർത്താവിൽ നിന്ന് കേട്ട് ആ കർത്താവിൽ നിന്ന് കേട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം അത് ശരിയായി വരും. കാരണം ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കും അത്. ദൈവഹിതപ്രകാരം നാം ചെയ്താൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. ദിവസങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാന് നമ്മുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പേര് എനിക്ക് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടു. അദ്ദേഹം സത്യപ്രതിജ്ഞ പ്രസിഡന്റായി അധികാരമേറ്റം തൊട്ടു മുമ്പുള്ള രാത്രികളിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അതിന് ദിവസങ്ങൾ അദ്ദേഹം ശരിക്കും ഒരു ബേബിയെ പോലെ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത്. അത് ഉറങ്ങാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ 3:30 എഴുന്നേറ്റു. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല. ഭയങ്കര ടെൻഷൻ, വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. കുറെ കഴിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം ആ ദൈവത്തോട് പറഞ്ഞു, എന്തോ ഒരു വാക്ക് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ദൈവശബ്ദം കേട്ടു. അതിനുശേഷം ആ ടെൻഷൻ അതിൽ മാറിപ്പോയി. പിന്നെ ടെൻഷൻ ആകുമ്പോൾ മനുഷ്യനില്ല. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്. നമ്മൾ പക്ഷെ മാനുഷിക നില നമുക്ക് തോന്നും, എന്തൊരു foolishness ആ പറയുന്നത്. പക്ഷെ വചനം പറയുന്നുണ്ട് വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യം. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം സാധ്യമാണെന്ന് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരായി മാറണമെന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഒരു വാക്കിൽ അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലും. നമുക്ക് നമ്മളോട് ചോദിക്കാം, നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയാണോ? നമ്മൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കണം. അങ്ങനെ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? ആ ജീവിതം വലിയ കാര്യമായി. ജീവിക്കുക എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ. നമുക്ക് പലവിധം ജീവിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റും. ദൈവത്തിന് വല്ലപ്പോഴും കേട്ട് ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദിനംതോറും ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ബിക്കോസ് നമ്മുടെ കർത്താവ് ആണ് നമ്മുടെ മാതൃകയെങ്കിൽ നമ്മളത് എപ്പോഴും നമ്മളത് ഏറ്റവും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം. എന്നോടും എല്ലാവരോടും നമ്മൾ ചെയ്യുന്നവരല്ല, പക്ഷെ നമ്മൾ എപ്പോഴും അത് എന്നും അറ്റ്ലീസ്റ്റ് എന്നും കേൾക്കുന്നവരാണോ എന്നുള്ളത് നമ്മളെ ദിവസം നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയിൽ പോവുകയുള്ളൂ. എഫെസ്യർ ലേഖനത്തിൽ പറയുന്ന പോലെ ജഡാഭിലാഷം ആത്മാവിനും ആത്മലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ
ജഡത്തിന്റെ ഇച്ഛ ചെയ്യുന്നവൻ ആത്മാവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നൊരു വചനമുണ്ട്. അതിന്റെ ഞാൻ ട്രാൻസ്ലേഷൻ പറയുന്നത്, എന്റെ വാക്യം അതുപോലെ പറയുന്നില്ല. നമ്മൾ ദൈവത്തിലേക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വി ആർ ബി കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. ഒരിക്കലും ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരാകെയില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിൽ നമ്മൾ പലപ്പോഴും പോകുന്നത്. കാരണം നമ്മളെ പെട്ടെന്ന് നമുക്കറിയാം ആകാശമണ്ഡലങ്ങൾ പ്രിൻസ് ഓഫ് എയർ പിശാചിന്റെ ഒരു വകഭേദമാണ്. ഭൂമിയിൽ എന്ത് പറയുന്നത് സർപ്പന്റ്, വെള്ളത്തിൽ വ്യാധാൻ, ഈ 3 മണ്ഡലങ്ങളെ ഭരിക്കുന്ന 3 പൈശാചിക വ്യാപാരങ്ങൾ എപ്പോഴും നമ്മളെ പിന്തുടർന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകളെ കയറ്റിവിടുന്ന ഒരു പൈശാചിക വ്യാപാരം എപ്പോഴും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവന് ശക്തി ഇല്ലെന്ന് തകർന്ന് പറയുമ്പോൾ നമ്മളെ തന്ത്രങ്ങൾ കൊടുക്കാൻ കഴിയുന്ന പൈശാചിക വ്യാപാരം എപ്പോഴും നമ്മുടെ കൂടെയാണ്. നമ്മളില്ല ധരിക്കരുത്. എപ്പോഴും നമ്മളെ കാണുന്ന പൈശാചിക ഏജന്റുകളുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു തുടങ്ങിയത് ഈസിയാണ്. കാരണം നമ്മൾ ജഡത്തിൽ നമുക്ക് പാപസ്വഭാവം ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും, ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ, എപ്പോഴും ആകർഷണമുള്ളത് ആ ഒരു മണ്ഡലത്തിലേക്ക്. അവിടെ എപ്പോഴും നമ്മളിലേക്ക് അത്തരം ചിന്തകൾ കടന്നു വിടാൻ പിശാചിന് വളരെ ഈസിയാണ്. നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കാൻ ആ ചിന്തകൾക്ക് കഴിയും. അപ്പൊ പിശാചിന് അത്തരം ചിന്തകൾ നമ്മൾ കുത്തിവെച്ച് പിശാചിന് സാധിക്കും. പക്ഷെ നമ്മൾ ജയിക്കുന്നത് എങ്ങനെയാ? അതിനെ നമ്മുടെ ആത്മാനനുസരിച്ച് നമ്മൾ ജയിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിനും ജഡത്തിന് വിരോധമായിരിക്കുന്നു. നമ്മൾ ജഡത്തെ അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ ജഡത്തിന് വഴികളിലേക്ക് പോകും. പൈശാചിക ചിന്ത നമ്മളിലേക്ക് വന്ന് നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡി, നമ്മുടെ സോളിനെ കൺട്രോൾ ചെയ്യും. പക്ഷേ നമ്മൾ ജഡത്തെ അനുസരിക്കാതെ സ്പിരിറ്റിനെ അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജഡത്തെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും സ്പിരിറ്റ് ബീങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യണം. സ്പിരിറ്റ് ബീങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ദൈവത്തിൽ നിന്ന് കേൾക്കുക, ആ സാന്നിധ്യത്തിലായിരിക്കുക. സ്പിരിറ്റ് ബീങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നിന്ന് കേൾക്കുക, അതിനെ അനുസരിക്കുക. ഓഫ് കോഴ്സ് ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ സ്പിരിറ്റ് ബീങ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത്ര ഈസി അല്ല. പക്ഷെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറാൻ കഴിയത്തില്ല. ആ ഒരു ആത്മനുഷ്യനെ നമ്മൾ ആക്ടിവേറ്റ് ആകാൻ അനുവദിക്കുകയാണെങ്കിൽ, പണ്ടാരോ പറഞ്ഞ പോലെ, നമ്മൾ രണ്ട് മൃഗങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഞാനത് ഒരിക്കൽ പറഞ്ഞതാ. 2 ഡോഗ്സ്, ഒന്ന് വെളുത്തത്, ഒന്ന് കറുത്തത്. കറുത്ത ഡോഗ് നമ്മുടെ ജഡമനുഷ്യൻ, വെളുത്ത ഡോഗ് നമ്മുടെ ആത്മമനുഷ്യൻ. നിങ്ങൾ ഏത് ഡോഗിനെ കൂടുതൽ ഫീഡ് ചെയ്യുന്നതോ ആ ഡോഗ് നിങ്ങൾ വളരാൻ ഇടയായിത്തീരും, നിങ്ങൾ വളരും. അതായത് നമ്മൾ ജഡമനുഷ്യനെ കൂടുതലായി ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജഡമനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആ സ്പിരിറ്റ് അവിടെ ചുരുങ്ങി ചെറുതായിക്കൊണ്ടിരിക്കും. മറിച്ച് നമ്മുടെ ആത്മനുഷ്യനെ നമ്മൾ കൂടുതൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ആ ആത്മമനുഷ്യൻ നമ്മൾ വളരും, നമ്മുടെ ജഡമനുഷ്യൻ ചുരുങ്ങും, നമ്മൾ ആത്മാവിൽ നടക്കുന്നവരായിത്തീരും. ഈ ദിവസങ്ങളിൽ നമ്മൾ ആരെയാണ് കൂടുതൽ ഫീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ വെളുത്ത പെട്ടിയാണോ അതോ കറുത്ത പെട്ടിയാണോ? ജഡമനുഷ്യനെയാണോ അതോ ആത്മമനുഷ്യനെയാണോ? നമ്മൾ ആത്മമനുഷ്യനെ ഫീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടുതലായി ഫീഡ് ആഗ്രഹിക്കുന്ന ദൈവത്തിൽ പോയിരിക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക. അങ്ങനെയാണ് നമ്മുടെ ആത്മമനുഷ്യൻ കൂടുതലായി വളരുന്നത്. വചനം ധ്യാനിക്കുക, പ്രാർത്ഥനയിൽ വളരുക, അതൊക്കെയാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് വളരെ ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞു, ബിജു കേൾക്കാൻ ഇങ്ങനെ ചെയ്താൽ രാവിലെ പ്രാർത്ഥിക്കുക, എഴുന്നേൽക്കുക, ഒരു പേപ്പർ എടുക്കുക, ഒരു പേന എടുക്കുക, അല്പം ദിവസം ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക. നമ്മൾ സമയം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരിക്കലും എനിക്ക് സമയമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കരുത്. ദയവായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ഒരു 10 മിനിറ്റെങ്കിലും കണ്ടെത്തണം ഒരു ദിവസം. നമ്മൾ ഇരിക്കുക, പേപ്പർ എടുക്കുക, പേന എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ദിവസം ഇരിക്കുക. കണ്ണടച്ച് നിങ്ങൾ ദിവസം ധ്യാനിച്ച് കുറച്ചു നേരം ഇരിക്കുക. പല ചിന്ത മനസ്സിൽ വരും. ശരിയാ, നമ്മൾ മനുഷ്യരെ പല കാര്യങ്ങൾ ചെയ്യുന്നവരാ, ഒരുപാട് ചിന്ത മനസ്സിൽ വരും. പക്ഷെ നമ്മുടെ എഫേർട്ട് കാണുന്ന ഒരു അപ്പനുണ്ട് നമുക്ക്. അത് എനിക്കെപ്പോഴും ആശ്വാസം തരുന്ന കാര്യം അതാ. നമ്മുടെ കഴിവല്ല ഒന്നും സംഭവിക്കുന്നത്. ഞാൻ ഇരുന്നുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് എനിക്ക് വരും എന്നല്ല ഞാൻ കരുതുന്നത്. എന്റെ എഫേർട്ട് കാണുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. എന്തൊക്കെ ചിന്തകൾ മനസ്സിൽ വന്നോണ്ട്, എന്റെ കഴിവുകൾ അവിടെ വീഴുന്ന അങ്ങോട്ട് സാരമില്ല. പക്ഷെ എന്നെ കാണുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പൻ ഹൃദയം അറിയുമ്പോൾ ഈ അപ്പൻ ആ ഹൃദയത്തിന്റെ ആഗ്രഹം ഈ ഒരു ആത്മാവുമായി കണക്ട് ആകും. ദൈവം നമ്മളെ കണക്ട് ആകാൻ വേണ്ടി, അതാ വചനം പറയുന്നത്, യാക്കോബ് പറയുന്നത് പോലെ, നിങ്ങൾ ദൈവത്തിന് അടുത്തില്ല, നിങ്ങൾ അടുത്ത് വരും. പക്ഷെ ഞങ്ങൾ ദൈവത്തിന് നിങ്ങൾ വിട്ട് ഓടിപ്പോകും എന്ന് പറയുമ്പോൾ, നമ്മൾ ദൈവത്തിൽ പോയിരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഹൃദയം കാണുന്ന ഒരു അപ്പനുണ്ട്. അപ്പൻ നമ്മളിലേക്ക് അടുത്ത് വരും. ഓഫ് കോഴ്സ് മക്കളുടെ ഹൃദയം പറയുന്ന അപ്പൻ നമ്മളിലേക്ക് അടുത്ത് വരും. വന്ന് നമ്മോട് സംസാരിക്കാൻ ഇടയായി തരും. നമ്മുടെ ആ ഒരു എഫേർട്ട് കാണുന്ന ദൈവം. നമ്മൾ എഫേർട്ട് എടുക്കാതെ നമ്മളിലേക്ക് ഒന്നും വരത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. ദിവസങ്ങൾ നമ്മൾ ആ ഒരു എഫേർട്ടിന് ഹൃദയത്തെ ഒരുക്കട്ടെ. അങ്ങനെ ഒരു എഫേർട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശു കർത്താവ് ചെയ്തതുപോലെ ആ തിരുനാവിൽ നിന്ന് വരുന്ന വചനങ്ങളെ കേൾക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ അത് അപ്രകാരം സഞ്ചരിക്കുവാൻ, അപ്രകാരം ജീവിക്കുവാൻ. പാട്ടിൽ പറഞ്ഞതുപോലെ, ഞാൻ ആ മുട്ടോളമല്ല അരയോളം പോരാ, അപ്പം നീന്തി കടക്കണ്ട അനുഭവത്തിലേക്ക് അതിൽ മുങ്ങിയിരിപ്പാൻ, എപ്പോഴും ആ ചിറകിനിടയിൽ ആയിരിപ്പാൻ, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ മുങ്ങിയിരിപ്പാൻ തക്കണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആവണമെങ്കിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുക, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുക, ദൈവത്തിൽ സമയം ചെലവഴിക്കുക, കർത്താവിൽ നിന്ന് കേൾക്കാൻ നമ്മൾ മനസ്സുണ്ടായിരിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. അങ്ങനെ യേശു കർത്താവ് ജീവിച്ചതുപോലെ ക്രിസ്തുവിനെ പോലെ ആകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ്
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അതിലേക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ ആ ജഡത്തിന്റെ ചില ചിന്തകളൊക്കെയാ. എനിക്ക് എന്നെ സംബന്ധിച്ച് അതാ. കാരണം നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ ജഡത്തിൽ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ പലതിനും സമയം കണ്ടെത്തുന്നു. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അത് ഇത് പക്ഷെ നമ്മൾ പലപ്പോഴും ദൈവത്തിന് സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് വാസ്തവം. കണ്ടെത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ പോയി ഇരിക്കും. ആ സമയത്ത് ഉറക്കം വരും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. ഞാൻ എന്റെ അനുഭവത്തിലാ പറയുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാകട്ടെ. ജീവിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് കേട്ട് ജീവിക്കുക. ആ അതാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് കേട്ട് ജീവിക്കുക. അപ്രകാരം നമ്മുടെ ചുവടുകൾ വെക്കുക. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അങ്ങനെയായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു കർത്താവ് ചെയ്തതുപോലെ, അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ടതുപോലെ ഈ ദിവസങ്ങളിലായി തീരുവാൻ, ആ പാതകൾ ചുവട് വെച്ച് മുന്നേറുവാൻ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ആ വചനങ്ങൾ കേട്ട്, അതോടൊപ്പം തന്നെ വചന ധ്യാനം, നമ്മുടെ ബൈബിളിലെ വചന ധ്യാനവും വേണം. ആ ധ്യാനിക്കുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ സംസാരിക്കണ്ടേ, അതും കേൾക്കും. ദൈവത്തിൽ നിന്ന് കേട്ട് മുന്നേറും. ആ സാന്നിധ്യത്തിൽ ആ കരം പിടിച്ച് നടക്കുവാൻ തക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദിവസങ്ങൾ കർത്താവേ അങ്ങിൽ നിന്ന് കേൾക്കുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൽ നിന്ന് കേട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ തീരുവാൻ തക്കൊണ്ട് സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂമിലുള്ള ഓരോ വ്യക്തികളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജീവിതം അങ്ങനെയായി തീരട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ സഞ്ചരിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. മഹത്വം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.